നമസ്കാരം. ഡിപ്രഷൻ എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് ഒരാൾ വിഷമിച്ചിരിക്കുന്നതോ, കരയുന്നതോ, അല്ലെങ്കിൽ ജീവിതത്തിലെ താല്പര്യം നഷ്ടപ്പെട്ടിരിക്കുന്നതോ ഒക്കെ ആകാമല്ലേ? പക്ഷെ എല്ലാത്തരം വിഷാദാവസ്ഥയും ഇങ്ങനെ പുറത്തു കാണിക്കണമെന്നില്ല. ചിലർ അവരുടെ വേദനയും വിഷമങ്ങളും മനസ്സിനുള്ളിൽ തന്നെ ഒളിപ്പിച്ച് സാധാരണ ജീവിതം നയിക്കുന്നത് പോലെ തോന്നിക്കും. ഇതിനെയാണ് സൈലന്റ് ഡിപ്രഷൻ അല്ലെങ്കിൽ ഹിഡൻ ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് ഇത് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. എന്താണ് ഈ സൈലന്റ് ഡിപ്രഷൻ? ഇതൊരു ഫോമൽ മെഡിക്കൽ ടേം അല്ല. എന്നാൽ ഡിപ്രഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും അത് ശ്രദ്ധിക്കപ്പെടാതെ പോവുകയോ മറച്ചു വെക്കപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥയെ സൂചിപ്പിക്കാനാണ് ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. ഇത്തരക്കാരെ പുറത്തുനിന്ന് നോക്കുമ്പോൾ സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും വിജയകരമായ ജീവിതം നയിക്കുന്നവരായി തോന്നാം. എന്നാൽ ഉള്ളിൽ അവർ വളരെയധികം മാനസിക വേദനയും സംഘർഷവും അനുഭവിക്കുന്നവരായിരിക്കും. ഇനി എന്തുകൊണ്ടാണ് ആളുകൾ ഇത് മറച്ചു പിടിക്കുന്നതെന്ന് നോക്കാം. പുരുഷന്മാര് കരയരുത്, ബലഹീനത കാണിക്കരുത്, എല്ലാം ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യേണ്ടവരാണ് എന്നൊക്കെയുള്ള സമൂഹം അടിച്ചേൽപ്പിക്കുന്ന തെറ്റായ ധാരണകൾ. 8-9 വയസ്സുള്ള ഒരു ചെറിയ കുട്ടി കരഞ്ഞാൽ പോലും പലരും പറയാറുണ്ട്, നീ ആൺകുട്ടിയാണ്, ഒരിക്കലും കരയരുത് എന്നൊക്കെ. ഇതൊക്കെ കേട്ട് വളരുന്നവരാണ് 90% ആൺകുട്ടികളും. എന്നിരിക്കെ സമൂഹത്തിന്റെ പ്രതീക്ഷകൾക്കൊത്ത് മാറാനുള്ള ഒരു സമ്മർദ്ദം അവരുടെ ഈ വിഷാദ ചിന്തകളെ അടക്കി വെക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. പിന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തുറന്നു പറയുന്നത് കുടുംബത്തിലും ജോലി സ്ഥലത്തും ഒക്കെ തങ്ങളുടെ വീക്ക്നെസ് പുറത്ത് അറിയുമോ, മറ്റുള്ളവർ അറിയുമോ എന്നുള്ള ഒരു ഭയവും ഉണ്ടാകാം. അതേപോലെ പലരിലും ഡിപ്രഷൻ എന്നാൽ കരച്ചിലും സങ്കടപ്പെട്ടിരിക്കുന്നതും ഒക്കെ ആണെന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ട് തന്നെ ഇത് സ്വന്തമായിട്ടോ പാർട്ട്ണറിലോ സുഹൃത്തുക്കളിലോ കണ്ടാലും ഇത്തരം ലക്ഷണങ്ങൾ തിരിച്ചറിയപ്പെടാതെ പോകാറുമുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അമിതമായിട്ടുള്ള ദേഷ്യം, ചെറിയ കാര്യങ്ങളിൽ പോലും പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുക, ചിലപ്പോഴെങ്കിലും നിയന്ത്രണം നഷ്ടപ്പെടുന്നത് പോലെ പെരുമാറുക. പ്രധാനം ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ള ക്ഷീണവും ഊർജ്ജക്കുറവും തോന്നുക, ചെറിയ കാര്യങ്ങൾ പോലും വലിയ ഭാരമായിട്ട് അനുഭവപ്പെടുക. സങ്കടം പ്രകടിപ്പിക്കുന്നത് പലപ്പോഴും ചുറ്റുമുള്ളവരോടുള്ള ദേഷ്യമായിട്ടായിരിക്കും പുറത്തേക്ക് വരുന്നത്. പിന്നെ മുൻപ് വല്ലപ്പോഴൊക്കെ മദ്യപിച്ചിരുന്ന ആളാണെങ്കിൽ അത് ഒരു പതിവാക്കുക, മറ്റുള്ള ലഹരി ഉപയോഗത്തിലേക്കൊക്കെ തിരിയാനുള്ള സാധ്യതകള്, സ്വയം കുറ്റപ്പെടുത്തുക, ആത്മവിശ്വാസം കുറയുക, ജീവിതത്തിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല അല്ലെങ്കിൽ പ്രതീക്ഷയില്ല എന്നൊക്കെ തോന്നുക. ചിലരെങ്കിലും അമിതമായിട്ട് ഉറക്കം, ചിലർക്ക് രാത്രി വളരെ വൈകി ഉറങ്ങുന്നത്, രാത്രി മുഴുവൻ ഉണർന്നിരിക്കുന്നതും ഒക്കെ കാണാറുണ്ട്. ചിലർ ഇത്തരം മാനസിക വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജോലിയിൽ കൂടുതലായിട്ട് മുഴുകുകയോ എപ്പോഴും തിരക്കിലായിരിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതും ഒരു പ്രതിരോധ മാർഗമാണ്. പിന്നെ മുൻപൊക്കെ വളരെ സന്തോഷത്തോടെ ഇഷ്ടത്തോടെ ചെയ്തിരുന്ന കാര്യങ്ങള്, സുഹൃത്തുക്കളോടൊപ്പം ചെലവഴിച്ചിരുന്ന സമയങ്ങൾ, കുടുംബത്തോടൊപ്പം ചെലവഴിച്ചിരുന്ന സമയങ്ങൾ, യാത്രകൾ ചെയ്തിരുന്ന ഇതിനൊക്കെ വിട്ടു നിൽക്കുന്നതായിട്ട് കാണാറുണ്ട്. കൂട്ടായ്മകളിൽ നിന്ന് മാറി നിൽക്കുക, ഫോൺ വിളികൾ മാക്സിമം ഒഴിവാക്കുക, അങ്ങനെ സാമൂഹിക അകലം പാലിക്കുന്നതും ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലർക്ക് വല്ലാത്ത തലവേദന, വയറുവേദന, ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ദഹന പ്രശ്നങ്ങള്, ശരീരത്തിന് ഉണ്ടാകുന്ന ക്ഷീണം, ഇങ്ങനെ കാരണം കണ്ടെത്താനാകാത്ത ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്താലും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് മറ്റു റിപ്പോർട്ടുകളൊക്കെ എപ്പോഴും നോർമൽ ആയിരിക്കുകയും ചെയ്യും. അങ്ങനെ എല്ലാം റാൻഡം ആയിട്ട് ചെയ്യും, പക്ഷെ ഒന്നിലും ഒരു സന്തോഷവും തോന്നില്ല എന്നുള്ളതും ഇത്തരം ഡിപ്രഷന്റെ പ്രധാന ലക്ഷണങ്ങളാണ്. ഇനി ഇതൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞോ, ശ്രദ്ധയിൽ പെട്ടു എന്നിട്ടും അതിന് അത്ര അറ്റൻഷൻ കൊടുക്കാതെ പോയാൽ ജോലിയിലുള്ള പ്രകടനം കുറയുകയോ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ലഹരി ഉപയോഗത്തിലേക്ക് നയിക്കുകയോ ചെയ്യാം. ഇത് ചികിത്സിക്കാവുന്ന ഒരു അവസ്ഥയാണ്. ആദ്യം തന്നെ എനിക്ക് പ്രശ്നമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക, അത് സ്വയമേ അംഗീകരിക്കുക. അല്ലാതെ പലരും അത് തനിയെ മാറിക്കോളും, ഞാൻ ഓക്കെ ആണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആരോട് പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ കരുതി സഹായം സ്വീകരിക്കാതിരിക്കാറുണ്ട്. കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോതെറാപ്പി വളരെ ഫലപ്രദമായ ഒരു ചികിത്സയാണ്. അതിലൂടെ നെഗറ്റീവ് ചിന്തകളെ തിരിച്ചറിയാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിക്കും. സൈലന്റ് ഡിപ്രഷൻ ഉള്ളവർ എപ്പോഴും എല്ലാം ഉള്ളിൽ ഒതുക്കാനാണ് ശ്രമിക്കാറ്. പക്ഷെ ജീവിത പങ്കാളിയോടോ ഒരു കൗൺസിലറിനോടോ അടുത്ത സുഹൃത്തിനോടോ കുടുംബാംഗങ്ങളോടോ ആരോടെങ്കിലും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് മാനസിക ഭാരം കുറയ്ക്കാൻ സഹായിക്കും. പലരും വിഷമം മറക്കാൻ മദ്യത്തെ ആശ്രയിക്കും, പക്ഷെ ഇത് താൽക്കാലികമായിട്ടൊരു ആശ്വാസം മാത്രമേ തരുള്ളൂ. പിന്നീട് ഉറക്കത്തിന് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാനസികാരോഗ്യം കൂടുതൽ മോശമാകാനും അത് കാരണമാകും. ദിവസം ഒരേ സമയത്ത് ഉറങ്ങുക, ഉറങ്ങുന്നതിന് മുൻപുള്ള മൊബൈലിന്റെ ഉപയോഗം കുറയ്ക്കുക, 4 മണിക്ക് ശേഷം കഫീൻ കണ്ടന്റ് ഉള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത്, ചായ, കാപ്പി അങ്ങനെയൊക്കെയുള്ള എല്ലാം ഒഴിവാക്കുന്നത് ഫലപ്രദമായിട്ടുള്ള മാർഗങ്ങളാണ്. സ്ഥിരമായ വ്യായാമം ശരീരത്തിന് മനസ്സിനും ഒരുപോലെ ഗുണം ചെയ്യും. ദിവസവും ഒരു 30 മിനിറ്റെങ്കിലും വേഗത്തിലുള്ള നടത്ത അല്ലെങ്കിൽ സൈക്ലിംഗ്, യോഗ എന്നിവയൊക്കെ തലച്ചോറിലെ
എൻഡോർഫിൻസ് പോലെയുള്ള സന്തോഷം നൽകുന്ന കെമിക്കൽസിനെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. പിന്നെ പോഷകം നിറഞ്ഞ ഭക്ഷണം, നല്ലതുപോലെ വെള്ളം കുടിക്കുക, വിശ്രമം, റെസ്റ്റ് എടുക്കുക, വായിക്കുക, എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് വായിക്കുന്നതും, പിന്നെ നല്ല പാട്ടുകൾ കേൾക്കുന്നത്, പ്രാർത്ഥന അല്ലെങ്കിൽ മെഡിറ്റേഷൻ, താല്പര്യമുള്ള എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ സെൽഫ് കെയറിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതും മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. എപ്പോഴും ചിരിക്കുന്ന ഒരാൾ സന്തോഷവാനാണെന്ന് ഉറപ്പില്ല. ചിലപ്പോഴെങ്കിലും ഏറ്റവും വലിയ പോരാട്ടങ്ങൾ നടക്കുന്നത് നിശബ്ദതയിലാണ്. സൈലന്റ് ഡിപ്രഷൻ പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകാറുണ്ട്. അതിനാൽ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ശ്രദ്ധിക്കുക. സഹായം തേടുന്നത് ഒരിക്കലും ബലഹീനതയല്ല, മറിച്ച് ധൈര്യമാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക. നന്ദി.